as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come in faith. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച് യഹൂദന്മാരുടെ ഏറ്റവും വലിയ വിശേഷത അവർക്ക് നൽകപ്പെട്ടിരുന്ന ന്യായപ്രമാണം. അത് നമുക്ക് റോമാലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലും അതുപോലെ തന്നെ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലെല്ലാം നമുക്കത് കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കുവാനായിട്ടാണ് നിവർത്തിച്ചു. ന്യായപ്രമാണത്തെ നിവർത്തിച്ച കർത്താവ് പറഞ്ഞത്, കർത്താവിനെ കുറിച്ച് പറയുന്നത് റോമാലേഖനം 10:4 പറയുന്നത് ഇങ്ങനെയാണ്: യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ. അപ്പൊ യേശു ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി, നിവർത്തിക്കപ്പെട്ടു. ഇപ്പൊ ന്യായപ്രമാണം അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശേഷത നൽകിയതും അവര് ഏറ്റവും ശ്രേഷ്ഠരായി നിൽക്കുവാനുള്ള കാരണം അവർക്ക് എഴുതി കൊടുക്കപ്പെട്ടിരുന്ന ന്യായപ്രമാണം. എന്നാൽ ഇത് ന്യായപ്രമാണമല്ല ശ്രേഷ്ഠത. കാരണം യേശു ന്യായപ്രമാണത്തിന്റെ അവസാനമായി. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ. പിന്നെ ന്യായപ്രമാണത്തിനല്ല ഇനി അവർ നിൽക്കുന്നത്. അവരെങ്ങനെയാ പോകുന്നത്? വചനം പറയുന്നതനുസരിച്ച് ആത്മാവിലാൽ നടത്തപ്പെടുകയാണ്. ഈ ആത്മാവിലാൽ നടത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ന്യായപ്രമാണത്തിന് അതീതമായ ഒന്ന് അവിടെ സംഭവിക്കുക. എന്താണെന്നറിയാമോ? ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എന്റെ കൽപ്പനകൾ എഴുതും. ഇന്ന് കൽപ്പനകൾ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ. അന്ന് അവർ വിശേഷതയുള്ളവരാണ്. ഒരൊറ്റ കാരണം കൊണ്ടാണ് അവർക്ക് ന്യായപ്രമാണം നൽകിയിരുന്നത്. ഇന്ന് നാം വിശേഷതയുള്ളവരാണ്. കാരണം എന്താണെന്നറിയുമോ? ന്യായപ്രമാണം ഇന്ന് നമ്മുടെ ഉള്ളിലാണ്, പ്രമാണം നമ്മുടെ ഉള്ളിലാണ്. നാം വിശേഷതയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിൽ നിങ്ങളുടെ വിശേഷത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക, അനുഗ്രഹമായി ജീവിക്കാം. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ. ആകാശത്തിലെ പറവകളെ കുറിച്ചോ വയലിലെ താമരയോ പുല്ലിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരാ. ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാ. കാരണം ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്, സ്നേഹത്തിന്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്. ബോധ്യത്തോടെ നിങ്ങൾ വിശേഷതയുള്ളവരാണ്, നിങ്ങൾ ശ്രേഷ്ഠരാണെന്നുള്ള ബോധ്യത്തോട് മുന്നോട്ട് പോകാം. എല്ലായിടത്തും ജയമായി വാഴാം. ഗാഡ് ബ്ലസ് യു. ആമേൻ.